ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറന്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പം നമുക്ക് അപ്പത്തിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചോറിന്റെ കൂടെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തിന്റെ കൂടെ വേണേലും നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റും. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. ആദ്യമേ തന്നെ നമുക്ക് വേണ്ടത് 1/2 കിലോ ചിക്കൻ ആണ്. അത് ഇതുപോലെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിപ്പം ഞാൻ നന്നായിട്ട് വൃത്തിയായി കഴുകിയെടുത്ത് വെച്ചേക്കുന്നതാണ്. ഒത്തിരി വലുപ്പത്തിലല്ല ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇനി ബോണോട് കൂടിയുള്ള ചിക്കൻ ആണെങ്കിലും എടുക്കാം, ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ ചിക്കനിലേക്ക് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ്. ഇനി നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ തൈരാണ്, പുളിയില്ലാത്ത തൈരാണ് എടുത്തേക്കുന്നത്. 1 ടീസ്പൂൺ കസൂരി മേത്തി. ഇത് ഉലുവായുടെ ഇല ഉണങ്ങിയെടുക്കുന്നത് കേട്ടോ. ഇത് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അത് ഇതുപോലെ കൈകൊണ്ടൊന്ന് ഞെരടിയിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതുപോലെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ചിക്കനിലൊക്കെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസ് സവോള, 2 മീഡിയം സൈസ് തക്കാളിക്ക, 1 പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. പച്ചമുളകിന്റെ അളവ് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 20ഓളം കാഷ്നട്ട്, അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവേ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സ്പൈസസ് ആണ്. ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 4 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ആദ്യമേ തന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇനി ബട്ടറിന്റെ സ്ഥാനത്ത് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ മൊത്തത്തിൽ ബട്ടർ തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. ഞാൻ ഓയിൽ എടുത്തിട്ടില്ല. ബട്ടർ ഒന്ന് മെൽറ്റായി വന്ന സമയത്ത് നമ്മൾ അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഓൾ സ്പൈസസ് ഇല്ലേ, അത് മൊത്തവും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം മസാലയെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ആ ചൂടായ മസാലയ്ക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. അത് ഇതുപോലെ ക്യൂബായിട്ട് വലിയതായിട്ട് കേട്ടോ അരിഞ്ഞേക്കുന്നത്, ചെറുതായിട്ടൊന്നുമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് അരിഞ്ഞെടുക്കാം. കൂടെ തന്നെ പച്ചമുളകും കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റുകയാണ്. അപ്പോൾ സവോള നമ്മൾ ഇങ്ങനെ ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. എന്നിട്ട് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചവ മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കാനില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ടാണേലും ചേർത്താൽ മതി. ഇപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചൊവയൊക്കെ മാറി കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിക്കയാണ്. തക്കാളിക്കായും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഈ തക്കാളിക്ക നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇതുപോലെ തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു കവർ വെച്ചങ്ങ് മൂടി വെച്ച് വേവിച്ചാൽ മതി. അപ്പം പെട്ടെന്ന് അത് വെന്ത് കിട്ടിക്കോളും. ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പം പിന്നെ ചോട്ടിലൊന്നും പിടിക്കില്ല. ഏകദേശം ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് തന്നെ തക്കാളിക്കൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്, വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പക്ഷെ നമ്മൾ ഈ ചൂടൊന്ന് മാറിയതിന് ശേഷമാണ് നമ്മളൊന്ന് അരച്ചെടുക്കുന്നത്. അതുകൊണ്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാവേ. ഇതിവിടെ ഒന്ന് ചൂടാറുന്ന സമയത്ത് നമുക്കൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാവേ. അതിനായിട്ട് ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാത്രം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ബട്ടറിന്റെ സ്ഥാനത്ത് സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ബട്ടർ തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഡീപ് ഫ്രൈ ഒന്നും അല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒരു ഷാളോ ഫ്രൈ മാത്രമാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പം ബട്ടറൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു 2 പ്രാവശ്യമായിട്ടാണ് ചിക്കൻ വറുത്തെടുക്കുന്നത് കേട്ടോ, ഒരുമിച്ചല്ല വറുത്തെടുക്കുന്നത്. നമ്മൾ ഈ ചിക്കൻ ചേർക്കുന്ന സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കണം.
എന്നിട്ട് ആ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങുമല്ലോ, ആ വെള്ളമൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒത്തിരി ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ഷാളോ ഫ്രൈ മാത്രം ചെയ്താൽ മാത്രം മതി. ഇപ്പം ചിക്കൻ്റെ ഒരു സൈഡ് കുക്ക് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 6 മിനിറ്റ് ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി കേട്ടോ. ഇനി നമുക്ക് ആ ചിക്കൻ മൊത്തം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. ഇനി ബാലൻസ് ഉള്ള ചിക്കന് നമ്മൾ ഈ സെയിം രീതിയിൽ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. നമ്മൾ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്ന, ഷാളോ ഫ്രൈ ആണ്. ഒരു 6 മിനിറ്റ് ഒക്കെ ഒന്ന് കുക്ക് ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ ബാലൻസ് ഉള്ള ചിക്കനും റെഡിയായി. നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. നമ്മൾ നേരത്തെ വഴറ്റി വെച്ചതിൻ്റെ ചൂടൊക്കെ മാറിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയായിരുന്നു. എന്നിട്ട് ഇതൊരു നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. അപ്പം ഇതുപോലെ അരച്ചാൽ നന്നായിട്ട് കിട്ടില്ല. അപ്പം നമ്മൾ ലേശം വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാർ അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇപ്പം ഞാനത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ആ വഴറ്റിയ പാനിൽ തന്നെയാണ് നമ്മൾ ഇനി കുക്കും ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ആ പാത്രം ഒന്ന് ചൂടായി വന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതിൽ മൊത്തം ബട്ടർ തന്നെ ഉപയോഗിച്ചാണ് കുക്ക് ചെയ്തേക്കുന്നത്. ഞാൻ അതിനകത്ത് സൺഫ്ലവർ ഓയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ കുറച്ച് പൊടികൾ ചേർക്കുകയാണ്. ആദ്യമേ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. എന്നിട്ട് ഈ പൊടി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പൊടി ചേർക്കുന്ന സമയത്ത് അത് കരിഞ്ഞു പോകാതിരിക്കാനാണ്. എന്നിട്ട് പൊടിയെല്ലാം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ പൊടിയുടെ ആ പച്ചച്ചവ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഗ്രേവിയുടെ ഒരു പച്ചച്ചവ മാറുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളത് ടേസ്റ്റ് ചെയ്യുമ്പം അതിൻ്റെ ഒരു പച്ചച്ചവ നമുക്ക് കാണില്ല, അതുവരെ വേണം കുക്ക് ചെയ്യാൻ. അപ്പം ആ പച്ചച്ചവ മാറിയതിന് ശേഷം വേണം നമ്മൾ വെള്ളം ആഡ് ചെയ്യാൻ. വെള്ളം ആഡ് ചെയ്യുമ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ആഡ് ചെയ്യാൻ നോക്കണം. പിന്നെ ഇത് ഇരിക്കും തോറും കുറച്ചും കൂടെ തിക്കാവും. അപ്പം അതനുസരിച്ചുള്ള വെള്ളം, നിങ്ങൾക്ക് എന്തായാലും ഗ്രേവി വേണോ അതനുസരിച്ചുള്ള വെള്ളമൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തോണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കുഴപ്പമില്ല, ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഈ ഒരു ഗ്രേവി എന്ന് പറയുന്നത് തിളയ്ക്കും തോറും അതിൻ്റെ ആ ഒരു ഗ്രേവി മൊത്തം പുറത്തോട്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ചെന്ന് പറയുന്നത് മൊത്തം സ്റ്റൗ മൊത്തമാവും. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്കൊന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പം തുറന്ന് വെച്ച് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താണ് കുക്ക് ചെയ്തത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ. ഇപ്പം നമ്മുടെ ഗ്രേവിയുടെ പച്ചച്ചൊവയൊക്കെ മാറി അത് നന്നായിട്ട് ഒന്നും കൂടെ തിക്കായി വന്നു. ഈ സമയത്ത് നമ്മൾ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം വെള്ളം നിങ്ങളുടെ ഗ്രേവി നിങ്ങൾക്ക് എന്തേരം വേണോ അതനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ചൂട് വെള്ളം തന്നെ ചേർക്കാൻ നോക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ മിക്സ് ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി തിക്കായി തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത്. ഇപ്പം ഞാൻ ടോട്ടൽ 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാവേ. ഇപ്പം ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നു കേട്ടോ. ആ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മൊത്തവും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ വറുത്ത ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ആ ഗ്രേവിയിൽ കിടന്ന ആ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരണം. പിന്നെ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി ബട്ടർ ചിക്കൻ കഴിക്കുമ്പോൾ അതിനൊരു മധുരത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മിനിമം 1 ടീസ്പൂണെങ്കിലും ചേർത്ത് കൊടുക്കണം. പിന്നെ മധുരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. എന്നാലും മിനിമം 1 ടീസ്പൂണെങ്കിലും ചേർക്കണേ. ഇനി നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ്. അത് ഇതുപോലെ ഒന്ന് ഞരടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അങ്ങ് ഞരടിയിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ മൊത്തം ഇറങ്ങും കേട്ടോ കറിയിലേക്ക്. ഇനി നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. ആൽമറായുടെ ഫ്രഷ് ക്രീമാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് മൊത്തം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കറിയിലേക്ക്. ആദ്യം പകുതി ചേർത്തിട്ട് പിന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയാവും. പിന്നെ ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ.
ഇപ്പൊ നമ്മുടെ കറി റെഡിയായി. നമ്മൾ ലാസ്റ്റിൽ അതിലേക്ക് ഇച്ചിരി ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എനിക്ക് ഇതില് ബട്ടറിന്റെ ആവശ്യം വന്നാൽ നമ്മളൊരു 100 ഗ്രാമിന്റെ ഒരു ബാർ കിട്ടില്ല, ആ ഒരു ബാർ മൊത്തം ഞാൻ ഈ ഒരു ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത്രയും ബട്ടറിന്റെ ആവശ്യം ഇല്ലെങ്കിൽ നിങ്ങൾ പകുതി ബട്ടറും പകുതി സൺഫ്ലവർ ഓയിലും എടുത്താൽ മതി കേട്ടോ. ഇപ്പൊ നമ്മുടെ അടിപൊളി ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് അപ്പത്തിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിന്റെ കൂടെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തിന്റെ കൂടെ വേണേലും ഉപയോഗിക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കാണണേ. കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.